ഇനി പുറത്ത് കൊണ്ടുവന്ന് ഫുഡ് വാങ്ങിച്ചെന്നില്ല എന്നുള്ള പരാതി വേണ്ട. എന്ത് വേണോ ഓർഡർ ചെയ്തു. അവരോട് ജീവിച്ച് മടുത്ത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ചത്തെങ്കിൽ ഞാൻ ഇവിടെ കാണൂടാ പുല്ലേ. ഇവിടെ പാത്രം കഴുകണതാര്? പാത്രം കഴുകണത് ഞാൻ ആണല്ലോ. വൃത്തിയുണ്ടാ? വൃത്തിയുണ്ടാ? നമ്മൾ തമ്മിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കണമെന്നുള്ള മത്സരം വെച്ച് കഴിഞ്ഞാൽ ഞാനേ ജയിക്കും. ഇല്ല, ഞാനേ. അത് പറയണ്ട, ഞാനേ ജയിക്കും. രാശേ, എന്റെ പെണ്ണിവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കയറി അങ്ങനെ വരുമോ? അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിനകത്ത് കയറ്റൂടാ. വീട്ടിൽ പോയിരിക്കുന്നു, പെട്ടെന്ന് വരൂലല്ലോ. 2 ദിവസം സമാധാനം ഉണ്ടല്ലോ. പൊളിക്കുന്നുണ്ട്. എത്ര ദിവസമായെന്നറിയാമോ ഒരു മനുഷ്യജീവിയെ കണ്ടിട്ട്? ഒഴികളിയാ. അതെന്നെ നിന്നെ പുറത്തോട്ടൊന്നും കാണാനോ? അത് ഇത് മതിയോ? കുറച്ച് മതിയല്ലേ? മതി. അയ്യോ, നമ്മൾ ഒരുപാട് ഈ വെള്ളം എന്തോന്ന് കാണിച്ചത്? വെള്ളം ഒഴിക്കണ്ടേ? കല്യാണം കഴിച്ചോ കളിയാ, ഇതേപോലെ കുടിക്കാം. പക്ഷേ നീ ഇങ്ങനൊന്നും അല്ല, കല്യാണത്തിനും ഇങ്ങനൊന്നും അല്ല നീ കാണിച്ചത്. അല്ലായിരുന്നു. പെണ്ണ് കെട്ടി നോക്ക്, നശിച്ച് നമ്മൾ അതോടാ. സത്യം പറയല്ല, നിന്നെ കാണുമ്പോൾ എനിക്ക് അസൂയാണ് പറഞ്ഞത്. എന്തോന്ന് അസൂയ? പെണ്ണ് കെട്ടല്ലിയാ, പെണ്ണ് കെട്ടല്. സത്യം. നിനക്കത് പറയാം. നീ പ്രേമിച്ച് കെട്ടിയോണ്ട് നീ പലതും പറയും. അറിയാ, ഈ ചിങ്ങാവുമ്പോഴേ വയസ്സ് 40 ആവാൻ പോകണം. പുറത്തിറങ്ങി നടക്കാൻ പോയല്ലോ. കൊച്ചു പിള്ളേർ വരെ കളിയാക്കി തുടങ്ങി. 16 വയസ്സുള്ള എൻ്റെ വീട്ടിൽ 16 വയസ്സുള്ള ഒരു പയ്യൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. അത് എൻ്റെ വീട്ടിൽ നടയിൽ കൂടെയാണ് പോയത്. അപ്പൊ ഞാൻ ആരാ അളിയാ പെണ്ണ് കേട്ടാ? നീ ഇപ്പം രാജാവായിട്ട് നിൽക്കുകയാണ് അളിയാ, രാജാവായിട്ട് നിൽക്കുകയാണ് അളിയാ. സത്യം പറഞ്ഞ ഞാനും ഇതേപോലെ അത്യാവശ്യം ഞരമ്പായിരുന്നു ഇവിടുത്തെ, അറിയാല്ല. ഞാനും ഇതേപോലെ അവളെ കണ്ട് കെട്ടി അളിയാ. 2 വർഷം നമ്മൾ ഭയങ്കര വേറെ ലോകത്തായിരിക്കും. 3ാമത്തെ വർഷം തുടങ്ങും അവളെ വരണം. 2 വർഷം നീ സൂചിച്ചില്ലേ? ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 1 വർഷമെങ്കിലും ഞാൻ സൂചിക്കട്ടളിയാ. അതിന് വേണ്ടിയിട്ടാണ് അളിയാ. നീ കെട്ടാൻ പാടില്ല. നീ എവിടെയെങ്കിലും വളച്ചോ വേണം. കെട്ടരുത് അളിയാ, കെട്ടരുത്. അളിയാൻ പറ, ഞാൻ എങ്ങനെ വളയ്ക്കും? എടാ, നീ ഫേസ്ബുക്ക് വഴി അതിനെങ്കിലും ഒന്ന് സെറ്റാക്കി അകളിയാ. ഞാൻ വളച്ച്. കീർത്തിക മേനോൻ. മേനോൻകുട്ടി പേര് കേൾക്കുമ്പോ തന്നെ ഒരു ആലോചിക്കുമ്പോ തന്നെ ഒരെണ്ണം അടിച്ചിട്ട് പറയാം. അടിച്ചോ. കീർത്തിക മേനോൻ വരട്ടെ. സൂപ്പർ സാ. ഞാൻ എല്ലാ ദിവസവും രാവിലെ കീർത്തിക മേനോനെ പൂവച്ച ഗുഡ് മോർണിംഗ് അയച്ചു കൊടുക്കും. പൂവച്ച ഗുഡ് മോർണിംഗ്, പൂവിലൊക്കെ ഗുഡ് മോർണിംഗ് അയക്കും. അങ്ങനെ അയച്ചയച്ച അങ്ങനെ ഇഷ്ടം പോലെ ഗുഡ് മോർണിംഗ് മാത്രമല്ല, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എല്ലാം അയക്കും. പൂവച്ച് തിരിച്ചയച്ച്. പക്ഷെ പൂവും കായും തായും മായും എല്ലാം ചേർത്ത് വെച്ച് അങ്ങ് അയച്ചു തന്നടേ. അന്നേരം ബ്ലോക്ക് ചെയ്ത് പോയതാണ്. നിനക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലടാ. ഇല്ലളിയാ, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. നീ ഈ പറഞ്ഞ കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ എന്താ മേനെ? കീർത്തിക മേനോൻ. ആ കൊച്ചിന്റെ പ്രൊഫൈൽ പിക്ക് എന്തായിരുന്നു? പ്രൊഫൈൽ പിക്ചർ എന്ന് പറയണത് ഒരു പട്ടിയും വെച്ചോണ്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ. അപ്പൊ തന്നെ അറിഞ്ഞുകൂടാ കടിക്കുമെന്ന്. നീ എന്തൊരു കോപ്പിന് അവക്ക് മെസ്സേജ് ഉണ്ടാക്കാൻ പോയാ? എടാ, ഞാൻ നിന്നെ പോലെയല്ല, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, നീ പ്രേമിച്ച് കെട്ടിയല്ലേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ. അളിയാ, പെണ്ണുങ്ങളെ മൈൻഡ് എനിക്കറിയാം. നമുക്കൊരു പെണ്ണിന്റെ സ്റ്റാറ്റസ് നോക്കി ഇവിടെ വളയുമില്ലേ എന്ന് അറിയാൻ പറ്റും. അളിയാൻ ആദ്യം ഇതൊന്നും അടി. ഞാൻ പറഞ്ഞുതരാം. ഇല്ല, അതിനുമ്പ് ആദ്യം ഇതൊന്നും അടി. എന്റെ അടുത്ത സുഹൃത്തായോണ്ട് പറഞ്ഞുതരാം. സ്റ്റാറ്റസ് നോക്കി പെണ്ണുങ്ങൾ വളയ്ക്കാൻ പറ്റും. വെള്ളം ഒഴിക്കണ്ടേ? അതെങ്ങനെ അളിയാ? സന്ധ്യാസമയം സ്റ്റാറ്റസ് ആണേ. അല്ലെങ്കിൽ വേണ്ട. സന്ധ്യാസമയത്ത് മുടിയും പിരുത്തിട്ട് ഫേസ് കാണിക്കാതെ കടലിന്റെ അങ്ങോട്ട് തിരിഞ്ഞു ഒറ്റയ്ക്കായി ഞാൻ എന്ന് പറയുന്ന പ്രൊഫൈൽ പിക്ക് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് ഞാൻ. പെട്ടെന്ന് വീഴും. എങ്ങനെ അത് പറഞ്ഞ? ആദ്യം ഒറ്റയ്ക്കായി ഞാൻ എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കൂലേ? ആദ്യം നമ്മൾ ഹായ് അയക്കണം. എന്നിട്ട് പറയണം ഒറ്റയ്ക്കല്ല നീ, ഞാനുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ പെട്ടെന്ന് വളയും. എന്റെ അനുഭവത്തിൽ എന്ന് പറയട്ടെ, അവർ ഒറ്റയ്ക്കല്ലേടാ, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ കെയറിങ് കൊടുക്കുമ്പോൾ അവരെ പെട്ടെന്ന് വളയും. ഇത്ര ഐഡിയ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ വളയ്ക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. കല്യാണം കഴിഞ്ഞതായാലും കുഴപ്പമില്ല, ഇനി ഒരു 50 വയസ്സായാലും കുഴപ്പമില്ല. 50 വരെ ഓക്കെ. ആ പ്രൊഫൈൽ പിക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? അതങ്ങനെ താലി ഉണ്ടല്ലോ, താലി. അതൊരു വെള്ളപ്രാവ് കൊത്തിക്കൊണ്ട് പറക്കണ സ്റ്റാറ്റസ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടാ? എടാ, ഞാൻ വിചാരിച്ചെന്താ അത് വല്ല പക്ഷിശാസ്ത്രജ്ഞന്മാര് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഭർത്താവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ഇങ്ങനെയുള്ളവർക്ക്. അവിടെ നമ്മൾ ചെല്ലണം. നമ്മൾ ആദ്യം ഒരു ഹായ് വിടണം. തിരിച്ച് റിപ്ലൈ ഒന്നും വരൂല. തളർന്നു പോകരുത്. നമ്മൾ വീണ്ടും ഒരു ഹോയ് വിടണം. വീണ്ടും അവരൊന്നും മിണ്ടൂല. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ് ഞാൻ, ചേട്ടൻ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് അവർ തിരിച്ചു വിളിക്കും. നിനക്കെങ്ങനെ അറിയാം? അപ്പം നമ്മൾ പറയും നമുക്ക് അറിഞ്ഞൂടെ ചേച്ചി വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഒരു ചിരിയിരിക്കും.
പോടാ അവിടെ നിന്ന്. ഒരു കരട് വീണു, പെണ്ണല്ലേ അളിയാ, ഒരു കരട് വീഴും. എന്നിട്ട് നമ്മൾ ഡെയിലി പറയുന്ന ചേട്ടൻ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ അവരെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും. അപ്പോഴും നമ്മൾ കെയറിങ് കൊടുത്തു തുടങ്ങും. ഞാനുണ്ട് ചേച്ചി, ഞാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റൂലളിയാ. ഇതാണ് കല്യാണം കഴിഞ്ഞാൽ വിളിക്കാത്ത സ്റ്റാറ്റസ് നോക്കി എടുക്കാം. പിന്നെ എന്റെ പൊന്നളിയാ ടച്ചിങ്സ് ഒന്നുമില്ല. എന്തിനളിയാ ടച്ചിങ്സ്? ഞാൻ നല്ല കഥ പറഞ്ഞു തരല്ലേ. പിന്നെ വേറൊരു കാര്യം, നിന്നെ രാവിലെ 4 മണിക്ക് ഒരു പെണ്ണ് വിളിക്കണോ? 4 മണി വിളിക്കണം. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ? നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരിടത്ത് എന്നിട്ട് നാളെ രാവിലെ എനിക്ക് 5 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, എന്നെ ഒരു 4 മണിയാകുമ്പോൾ വിളിച്ചുണർത്താൻ പറ്റുമോ സഹോദരി എന്ന് ചോദിക്കണം മാന്യമായിട്ട്. ജോലിയും കൂലി ഇല്ലാത്ത എനിക്ക് എന്തോ പറയണോടാ. അപ്പൊ കറക്റ്റ് നമ്മളെ വിളിച്ചില്ലെങ്കിലും 4 മണിയാകുമ്പോൾ അവള് നമ്മളെ വിളിക്കും, ചേട്ടാ എഴുന്നേക്കണേ. അപ്പോൾ നമ്മളൊന്നും പറയണം, ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 10 മണിയാകുമ്പോൾ തിരിച്ചു വിളിക്കണം. എന്നിട്ട് പറഞ്ഞ് മോളെ നീ വിളിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി ഇത്ര ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവരെ അഭിനന്ദിക്കണം. മനസ്സിലായ? പിന്നെ വീണ്ടും പറയണം നാളെ ഒന്ന് വിളിക്കാമോ. അങ്ങനെ സ്ഥിരം 4 മണിക്ക് നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവര് വിളിക്കും. അങ്ങനെ വിളിച്ച് എങ്ങനെ എന്റെ പൊന്നറിയാ ഇത്ര ടെക്നിക്കൊക്കെ അറിയാന്നുള്ള നിന്റെ ജീവിതം എന്തിനാ ഒരുമാതിരി ചൊറിയാൻ പറ്റി നോക്കിയത് പോരായിരുന്നു. കരയാണാ ചിരിക്കണം? അങ്ങനെയൊക്കെ ശരി. എന്റെ കരച്ചില് എല്ലാം അറിയാന്നുള്ള അഹങ്കാരം പോയി എളിയാ. ഇവിടെ കൂടെ വന്ന് എന്റെ സമാധാനം പോയടാ, എന്റെ സമാധാനം പോയി എളിയാ, സമാധാനം പോയി. എനിക്കൊന്നും നിൽക്കാൻ പറ്റൂല, ഒന്നിരിക്കാൻ പറ്റൂല, ഒന്ന് കിടക്കാൻ പറ്റൂല. അപ്പൊ തുടങ്ങും അവക്ക്. അയ്യോ അല്ല, അപ്പം നിന്റെ ഈ ടെക്നിക്കൊന്നും അവളുടെ ചെലവാകൂല. എവിടെ ഒന്ന് എന്റെ സകല ടെക്നിക്കും പൊളിഞ്ഞളിയാ. കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ സംഭവിച്ച കാര്യം നിനക്കറിയണോ? അറിയണം. കേട്ടോ, ഇനി പുറത്ത് കൊണ്ടുവന്ന് ഫുഡ് വാങ്ങിച്ചു തന്നല്ലോ എന്നുള്ള പരാതി വേണ്ട. എന്നാ എന്ത് വേണം ഓർഡർ ചെയ്തോ, സമാധാനം മതി. ചേട്ടൻ ഓർഡർ ചെയ്യും. ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. ദൈവമേ, ഇന്നെങ്കിലും എത്തി മനസമാധാനം. നല്ല ഊണുണ്ട്, ഊണും മീനും. അത് ഓർഡർ ചെയ്യാം, ഊണും മീനും. ഊണോ? ഇത്രയും വലിയ ഹോട്ടലിൽ വന്നിട്ട് ഊണ്? അല്ല, നല്ല ഊണാണ് ഇവിടുത്തെ. ഡെയിലി വീട്ടിൽ ഊണല്ലേ കഴിക്കുന്നത്. ഊണ് വേണ്ട, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. നീ ഓർഡർ വേണ്ട, ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. ഊണ് വേണ്ടേ? വേണ്ട. പെട്ടി ചിക്കൻ ബിരിയാണി. ചേട്ടാ 2 ചിക്കൻ ബിരിയാണി. ബിരിയാണിയോ? ചേട്ടാ പ്രിയയുടെ കല്യാണത്തിന് മെനിങ്ങാന്ന് പോയപ്പോൾ ബിരിയാണി അല്ലേ കഴിച്ചത്. ബിരിയാണി വേണ്ട. ഇത്രയും വലിയ ഹോട്ടലിൽ വന്നിട്ട് ബിരിയാണി, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഒരു കാര്യം, നീ ഓർഡർ ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. കാര്യം എന്താന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും. ചേട്ടാ പൊറോട്ട. മൈദ മൈദ വേണ്ട, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. പിന്നെ നീ ഓർഡർ ചെയ്താ, നീ ഓർഡർ ചെയ്യും. ചേട്ടൻ ഓർഡർ ചെയ്താൽ മതി. ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. ഇത് എന്ത് മസാല ദോശ? പിന്നെ മസാല ദോശ ഇന്ന് ഞാൻ അവിടെ ഗർഭിണിയായിട്ടിരിക്കുകയല്ലേ. വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. നീ ഓർഡർ ചെയ്യും. ചേട്ടൻ ഓർഡർ ചെയ്താൽ മതി. ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. ഒരു കാര്യം ചെയ്യാം, ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം ആകുമ്പോൾ നല്ല നീ ഒന്ന് കൂളാവും. ഐസ്ക്രീം കഴിക്കാം. അതിന് ഐസ്ക്രീം പാർലറിൽ പോയാൽ പോരെ, ഇത്രയും വലിയ ഹോട്ടലിൽ വരെയുടെ കാര്യമുണ്ടോ? വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. പിന്നെ നീ ഓർഡർ ചെയ്യും. ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. ഒരു കാര്യം ചെയ്യാം, ചായ കുടിക്കാം. വേറെ ചായ കുടിക്കാം. ചായ ഓർഡർ ചെയ്യാം. പാണ്ടിയുടെ കടയിൽ പോയാൽ പോരെ, ഇത്രയും വലിയ ഹോട്ടലിൽ വരെയുടെ കാര്യമുണ്ടോ? വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. നീ ഓർഡർ ചെയ്യും. വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യും. ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും അതാണ് എനിക്കിഷ്ടം. അണ്ണാ ഒരു ഗ്ലാസ് പച്ചവെള്ളം താ, ഉയരെങ്കിലും കിടക്കട്ടെ. ചേട്ടൻ ഓർഡർ ചെയ്യും. ചേട്ടൻ ഓർഡർ ചെയ്യും, അതാണ് എനിക്കിഷ്ടം. അറിയാ, ഇതൊക്കെ കേട്ടിട്ടേ അവളെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, അളിയൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ തെറ്റുകളൊക്കെ പരസ്പരം തുറന്ന് സംസാരിക്കണം. അങ്ങനെ തുറന്ന് സംസാരിക്കണം. ഒരിക്കൽ തുറന്നുണ്ടാക്കിയതാണ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായത്. അതെന്ന് തോന്നുന്നു. അത് പ്രശ്നം എന്തരെന്നാ, അതാണ് ഏറ്റവും വലിയ വിഷയം. സാധാരണ ചൊവ്വാദോഷമുള്ളവരെ കല്യാണം കഴിഞ്ഞാലാണ് വിഷയം. എനിക്ക് ചൊവ്വ മാത്രമല്ല, തിങ്കളും ചൊവ്വയും വ്യാഴവും ഒക്കെ എനിക്ക് ദോഷമാണ്. എന്ത് ചെയ്യാൻ, എന്ത് ചെയ്താലും പാരയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. എങ്ങനെ പറന്ന് കിടന്ന ഞാനാണ് കല്യാണം കഴിച്ച് തീർന്നു പട്ടകാലം പിടിക്കാൻ വേണ്ടി. അല്ല പട്ടിയാറ്റാ പൂച്ചയാറ്റാ ജനിച്ചാൽ മതിയായിരുന്നു. ചിലവരും കൊടുക്കണ്ട, വായിരിക്കണേ കേൾക്കണ്ട. എന്ത് പിന്നെ
നമ്മളെ ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവൂല. അന്നേരം ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് മനസ്സിലായല്ലേ. നമ്മൾ തുറന്ന് സംസാരിക്കണം. എൻ്റെ തെറ്റുകൾ ചേട്ടൻ പറയുമ്പോൾ ഞാൻ അംഗീകരിക്കും. അതുപോലെ ചേട്ടൻ്റെ തെറ്റ് ഞാൻ പറയും. ചേട്ടൻ അംഗീകരിക്കുമോ? നല്ലൊരു കാര്യമാണ്. അംഗീകരിക്കാം. കാരണം കുടുംബജീവിതം കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അംഗീകരിക്കുമല്ലോ. എൻ്റെ തെറ്റുകൾ പറയട്ടെ. നമ്പർ 1, ഇവിടെ പാത്രം കഴുകണതാര്? പാത്രം കഴുകണത് ഞാൻ. ആണല്ലോ. വൃത്തിയുണ്ടാ? വൃത്തിയാക്കാം. നാളെ തൊട്ട് വൃത്തിയാക്കാം. തുണി കഴുകണതാര്? തുണി കഴുകണത് ഞാൻ. ആണല്ലോ. അതിൽ വൃത്തിയുണ്ടാ? അത് ഇപ്പൊ എന്റെ കുഴപ്പമില്ല. ഞാൻ വാഷിംഗ് മെഷീനായിട്ട് എടുത്ത് ഇറങ്ങല്ലേ ഉള്ളൂ. നീ അതിന്റെ അടുത്ത് പരാതി പറ. ഇവിടെ വീട് വൃത്തിയാക്കണതാര്? അത് ഞാൻ തന്നെ. ആണോ? വൃത്തിയുണ്ടാ? അല്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം ഞാൻ. രാവിലെ എണീറ്റ് എനിക്കൊരു ഗ്ലാസ് കട്ടൻ തരണതാര്? അത് ഞാൻ. ആണല്ലോ. അതിൽ മധുരം ഇട്ടാണോ തരണത്? മധുരം ഇല്ലേ? എൻ്റെ കൂടെ ആണോ ചോദിക്കുന്നത്? ചേട്ടനല്ലേ അത് നോക്കേണ്ടത്? നാളെ തൊട്ട് മധുരം ഇട്ട് തരാം. ആണോ? മധുരം ഇട്ട് തരാം ഞാൻ. ഇതൊക്കെയാണ് എൻ്റെ കുഴപ്പം. ഇതൊക്കെയാണ് ചേട്ടന്റെ കുറ്റം. ഞാൻ ഇനി തൊട്ട് ക്ലിയർ ആക്കിക്കോളാം. ഇനി എൻ്റെ അടുത്ത് പറയും. എൻ്റെ കുറ്റം? നിനക്കങ്ങനെ പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ലടി. അങ്ങനെ എന്നെ പറഞ്ഞ് സൂചിപ്പിക്കണ്ട. പറയും. ഡേ, നിനക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിന്റെ സംസാരമില്ലേ, ശകലം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. എന്റെ സംസാരേ ശകലം ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. എൻ്റെ സംസാരം ശകലം കുറയ്ക്കണം. അത്ര എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതാണ് നമ്മളെ കുടുംബത്തിലെ പ്രശ്നം. എൻ്റെ സംസാരം അല്ലേ, എൻ്റെ സംസാരം ഞാൻ കുറയ്ക്കണം. അപ്പൊ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? എൻ്റെ സംസാരമാണ് പ്രശ്നം. എൻ്റെ സംസാരം പ്രശ്നം, വേറെ ആരെ സംസാരം പ്രശ്നമില്ല. എൻ്റെ സംസാരം ഞാൻ കുറയ്ക്കണം. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ എന്നെ ഇപ്പൊ പറഞ്ഞത് എൻ്റെ സംസാരം ശരിയല്ലാന്ന്. എൻ്റെ സംസാരം ശരിയല്ലാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ എൻ്റെ സംസാരം ശരിയല്ല അല്ലേ? നിങ്ങൾ എവിടെ പോണു? ഇവിടെ ഇരിക്കി. എൻ്റെ സംസാരം ശരിയല്ല, അത് കുറയ്ക്കണം അല്ലേ? എൻ്റെ സംസാരം ശരിയല്ല. എല്ലാരും എൻ്റെ സംസാരം ശരിയല്ല അല്ലേ? അതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം. ആണോ? എൻ്റെ സംസാരവും ഈ വീട്ടിലെ പ്രശ്നമൊന്നും. എടി മിന്നു, നീ എപ്പോഴെങ്കിലും എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉറച്ച് ഞാൻ സംസാരിക്കണത് നീ കേട്ടിട്ടുണ്ടോ? നീ മിണ്ടാതെ ഒന്നും ഇരിക്കണ്ട. നീ പറയ്. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ എടി സംസാരിക്കണത്. എവിടെ പോണു മിണ്ടായിരി. എൻ്റെ സംസാരമാണ് പോലും പ്രശ്നം. എടി നീ പറ, എൻ്റെ സംസാരമാണ് പ്രശ്നം. സംസാരം ശരിയല്ല. സംസാരം ഞാൻ ഒരു മനുഷ്യൻ്റെ കൂടെ ഉറച്ച് സംസാരിക്കാറുണ്ടോ? ഇത് സോഫ്റ്റ് ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കാറ്. അങ്ങനെ എൻ്റെ സംസാരം പ്രശ്നം. വേറെ ആരും സംസാരിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. നീ ഇതൊക്കെ കേൾക്കണുണ്ടാ? സംസാരം. അമ്മ, അങ്ങേര് പറഞ്ഞ കേട്ടോ അമ്മ, എൻ്റെ സംസാരമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം തകരണതെന്ന്. നമ്മളെ കുടുംബത്തിൽ ഇത്രയും സോഫ്റ്റായി സംസാരിക്കണ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മ? എൻ്റെ സംസാരമാണ് പ്രശ്നമൊന്നും. അപ്പം എൻ്റെ സംസാരം പ്രശ്നം. നിങ്ങൾ എന്തായാലും ബാത്റൂമിനകത്ത് താമസാവൂലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ, അപ്പോൾ മറുപടി പറഞ്ഞാലേ പറ്റൂ. എൻ്റെ സംസാരം പ്രശ്നം, വേറെ ആര് സംസാരിച്ചാലും പ്രശ്നമില്ല. അതാണെങ്കിൽ ദാമ്പത്യ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോവുള്ളൂ. എൻ്റെ സംസാരമാണല്ലോ ഇവിടെ പ്രശ്നം. മറുപടി പറയേ. എൻ്റെ സംസാരം പ്രശ്നമില്ലേ? വേറെ ആരും സംസാരിച്ചാലും കുഴപ്പമില്ല. എൻ്റെ സംസാരമാണ് പ്രശ്നം. അളിയാ, ഇതൊക്കെ നിസ്സാര കാര്യമളിയാ. മൂത്രം ഒഴിക്കണേ അല്ല, നിന്റെ ഈ ജീവിത പ്രശ്നമല്ലേ അത്. കേൾക്കണവർക്ക് നിസ്സാരോടെ അനുഭവിക്കുന്ന ഞാനാണ്. അവൾ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോണം. എനിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇതിനൊക്കെ ആളിയ മനസ്സ് പറഞ്ഞൊരു സോറി പറഞ്ഞാൽ തീരാന്നുള്ള കാര്യമുള്ളൂ. എന്താ പറഞ്ഞ? ഒരു സോറി പറഞ്ഞാൽ തീരാന്നുള്ള കാര്യമുള്ളൂ. സോറി? ഈ ഒരു സോറിയുടെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം എന്താ അതറിയാമോ? അറിഞ്ഞൂടാ. ആളിയ ആദ്യം ഒരെണ്ണം എടുത്ത് പോയി. സോറി അളിയ, നീ സോറിയുടെ കഥ കേട്ടിട്ട് നീ അടുത്ത ഉണ്ടാക്കിയാൽ മതി. തന്നെ എന്നാ കേൾക്കാം. സോറി. സോറി. I'm sorry. You're right. I am wrong. I'm sorry. I love you. I'm sorry. You're right. I am wrong. I'm sorry. എല്ലാത്തിനും പ്രശ്നം നിങ്ങളാണ്. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു സോറി പോലും പറയാതെ ഇരിക്കണേണ്ടില്ലേ? വെറുതെ ഇരുന്ന് ഉറങ്ങി ഞാൻ തരും സോറി. നീ സ്വപ്നം കണ്ടതിനായിരിക്കോ? എടീ സോറി. സ്വപ്നം കണ്ടാലും സോറി. ഓ ചിമ്പാൻസി വാ വിളിക്കാതടാ. അളിയാ,
നീ കേക്കാൻ അളിയ എൻ്റെ വിഷമം. നിന്റെ വിഷമം കേട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണം. അളിയ ആ എനിക്ക് എന്ത് പറ്റി അളിയ? എനിക്ക് എന്തിന്? ഞാൻ എന്തിനളിയാ ഇവിടെ കിട്ടിയത്? ഞാൻ എന്തിന് കിട്ടിയത് ഇവിടെ? ഞാൻ വേറെ എങ്ങോട്ടും പോയി ആത്മഹത്യ ചെയ്തായിരുന്നളിയ. നീ എനിക്കൊരു വഴി പറഞ്ഞു കളിയ. ഞാൻ പറഞ്ഞുതരാം. എടേ, ഇത്രയും പെണ്ണുങ്ങളെ മനഃശാസ്ത്രം ഞാൻ അറിയാന്നുള്ള നീ പെണ്ണ് കാണാൻ പോയപ്പോ നിനക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലേ അവളെ മനസ്സെങ്ങനെയാണെന്ന്? ഇവള് എന്നെക്കാരും വലിയ ഉടായിപ്പൊളിയാ. തന്നെ ഞാൻ ചോദിച്ചു ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞെന്താ എന്ന് ചോദിച്ചു. എന്റെ പെണ്ണ് കാണാൻ പോയ സംഭവം നിനക്ക് അറിഞ്ഞൂടല്ലേ? അത് കേൾക്കണം. വഴി എവിടെ? എടാ ഇനി നീ ഇത് കേള് അളിയാ. ഞാനും അവളുമായിട്ട് വീട്ടുകാരറിയാതാ പാർക്കിൽ നിന്ന് സംസാരിച്ച ദിവസം ആ എന്ത് രസമുള്ള സ്ഥലമല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഭംഗിയൂടാൻ കാരണം എന്തെന്നറിയാമോ? നീ അടുത്തിരിക്കുമ്പോൾ എല്ലാ സ്ഥലവും ഭയങ്കര ഭംഗിയായിട്ടിരിക്കും, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. ഈ കിടക്കുന്നില്ല ഇന്റർലോക്ക്, എനിക്കിപ്പോൾ വൈഡൂര്യ കല്ലായിട്ടാണ് തോന്നുന്നത്. നീ അടുത്തുണ്ടല്ലോ, സത്യം. നീ അടുത്തുള്ളപ്പം ചാണാക്കുഴിയുടെ അടുത്ത് നിന്നാലും എനിക്ക് നാറ്റം അടിക്കില്ല. എൻ്റെ മോളെ മണം മാത്രം. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കണം. നമ്മൾ തമ്മിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കണം എന്നുള്ള മത്സരം വെച്ച് കഴിഞ്ഞാൽ ഞാനേ ജയിക്കും. ഇല്ല, ഞാനേ ജയിക്കും. അത് പറയണ്ട, ഞാനേ ജയിക്കും. ഞാനേ ജയിക്കും. ഇല്ല, ഞാനേ ജയിക്കും. ഞാനേ ജയിക്കും. ഉറപ്പാണോ? ഉറപ്പ്. നിന്നെ ഇപ്പൊ തോപ്പിക്കുന്നേ. എന്റെ ഫോണിലെ വേറെ ഒരു പെമ്പിള്ളേരുടെ നമ്പരും ഇല്ല, എന്റെ അമ്മയുടെ നമ്പർ മാത്രമേ ഉള്ളൂ. തോറ്റ എന്റെ ഫോണിലെ എന്റെ അച്ഛന്റെ നമ്പർ പോലും ഇല്ല. അതെന്താ അച്ഛൻ്റെ നമ്പറില്ല? അച്ഛാണല്ലേ. ഞാൻ തോറ്റ്. അയ്യോ, വെറുതെ തോറ്റില്ല. ഈ ലോകത്ത് ഏറ്റവും ഭംഗിയുള്ള എന്താണെന്നറിയാമോ? നീയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭംഗി. സത്യം. തോറ്റില്ലേ? എനിക്ക് ഈ ലോകമേ ഇഷ്ടമല്ല. എന്റെ ലോകം നീയല്ലേ. തോറ്റു. വീണ്ടും തോറ്റില്ല. ഇനി എങ്ങനെ ഒന്ന് പിടിച്ചു കയറും? ഈ കാര്യം പറഞ്ഞാൽ നീ തോക്കും. എന്ത് കാര്യം? എനിക്ക് നിന്നോടൊപ്പം 100 കൊല്ലം ജീവിക്കണം. തോറ്റ എനിക്ക് നിന്റെ കൂടെ 125 കൊല്ലം ജീവിക്കണം. 25 കൊല്ലം എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ? നീ 100 കൊല്ലം നിനക്ക് വേണ്ടി ജീവിക്കണം. തോറ്റ. ഒഴി അങ്ങനെ കുറച്ചുകൂടെ. ഇതൊക്കെ എവിടെ പോകണ്ട? നിനക്കല്ല കപ്പാസിറ്റി ആണല്ലേ. പിന്നെ എന്തിനു വിചാരിച്ച് അടിക്കട്ടാ ഞാൻ? ചങ്ക് ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് കയറിയാ ചങ്ക് വാടും തന്നെ. സത്യം പറയാം. എന്താ അവരോട് ജീവിച്ച് മടുത്ത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടോ? ആത്മഹത്യ ഞാൻ ഇവിടെ കാണൂടാ പുല്ലേ. അളിയന്റെ മുത്താണ്. മനസ്സിലുപോലെ അളിയൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കരുത്. ചിന്തിച്ചല്ലടാ, ഞാൻ ചെയ്തടിയാ. ചെയ്ത് ഇതുപോലെ അവളെ കല്യാണഹാരം എൻ്റെ ദേഹത്തോടൊപ്പം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മരണത്തിൻ്റെ കുരുക്കാണ്. എനിക്ക് വയ്യ. വീട് തൂത്തുവാരി അവൾ അടിപ്പാവാട കഴുകി എനിക്ക് വയ്യ. അയ്യോ, ഞാൻ ചത്ത് കാണിച്ചു റെഡി. ചത്തിട്ട് സഞ്ചാന്യത്തിൻ്റെ അന്ന് ഒന്ന് ഞാൻ തന്നെ കൊല്ലും കേട്ടാ. എൻ്റെ അമ്മോ, പണിയെടുത്ത് ചാവാൻ പോലും നടുവേ. എൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ തീരുമാനം ഉണ്ടാക്കി തരാം. അവിടെ കേട്ടായി ഇത്രയും വലിയ കാര്യം ഉണ്ടെന്ന് തൂങ്ങാൻ നേരത്താണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്താ പറഞ്ഞു? 1 2 3. എനിക്ക് ചാവണം. ജീവിച്ച് മതിയായി. എനിക്ക് ചാവണേ. ഞാൻ 2 മിനിറ്റ് വരാൻ വൈകിയിരുന്നെങ്കിൽ ഇപ്പൊ എന്തോ നായനാ. നിനക്ക് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു.
ഈ സ്നേഹം ഒരു 2 ദിവസം മുമ്പേ തന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഈ മരണക്കുരുക്കിടൂലെന്ന്. നിങ്ങൾക്ക് ചാവണമെങ്കിലേ നിങ്ങളുടെ ലുങ്കി എടുത്ത് കെട്ടി തൂങ്ങണം, അല്ലാതെ എന്റെ അമ്മ വാങ്ങി തന്ന സാരി അല്ലേ എടുക്കേണ്ടത്. അമ്മ വാങ്ങിക്കുന്ന സാരി കെട്ടിയും കിടന്ന് ആടുന്നതിൽ അവൾക്ക് കുഴപ്പമില്ല. അവളെ അമ്മയുടെ സാരി ചാവാൻ പോലും അവളെ സമ്മതിച്ചില്ല. ചാവാൻ പോലും സമ്മതിച്ചില്ല.